ജൂൺ 5 ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കി ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ഉത്തരം ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം ആചരിക്കാൻ ആരംഭിച്ചത് ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ്. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ചത് എപ്പോഴാണ്? 1973. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുകയും ആളുകളെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? ലാൻഡ് റീസ്റ്റോറേഷൻ, ഡിസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ്, ഭൂമിയുടെ പുനരുദ്ധാരണം, മരുഭൂമീകരണം, വരൾച്ച പ്രതിരോധം. ലോക പരിസ്ഥിതി ദിനം ഏത് രാജ്യമാണ് ആധികാരികമായി ആതിഥേയത്വം വഹിച്ചത്? സൗദി അറേബ്യ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന പ്രധാന പ്രശ്നം എന്താണ്? ഭൂമിയിലും ജലസ്രോതസ്സുകളിലും മലിനീകരണം ഉണ്ടാകുന്നു. ജീവജാലങ്ങൾക്കും ആരോഗ്യത്തിനും ഇത് ഭീഷണിയാകുന്നു. കാർബൺ അടയാളം, കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരാളോ സ്ഥാപനമോ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ അളവാണ് കാർബൺ അടയാളം എന്ന് പറയുന്നത്. UNEP എന്നത് എന്തിൻ്റെ ചുരുക്കരൂപമാണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. ഗ്ലോബൽ വാർമിംഗ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭൂമിയുടെ ശരാശരി താപനില ക്രമേണ വർദ്ധിക്കുന്ന പ്രക്രിയയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അന്തരീക്ഷ മലിനീകരണത്തിന് പ്രധാനമായും കാരണമായ വാതകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്. എന്തുകൊണ്ടാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്ന ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? മരങ്ങൾ വായുവിൽ ഓക്സിജൻ നൽകുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. ഭൂമിയെ തണുപ്പിക്കുകയും മണ്ണൊലിപ്പ് തടയുകയും ജലസേചനം സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് മരങ്ങൾ വെച്ച് നട്ടുപിടിപ്പിക്കണമെന്ന് പറയുന്നത്. ഒൺലി വൺ എർത്ത് എന്നത് ഏത് പരിസ്ഥിതി ദിനത്തിൽ ഉപയോഗിച്ച തീമാണ്? 2022 തീമാണ് ഒൺലി വൺ എർത്ത്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാകാൻ പ്രധാനമായ കാരണമായ വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി സംഘടിപ്പിച്ച രാജ്യം ഏതാണ്? USA. ലോക പരിസ്ഥിതി ദിനം ആരംഭിച്ച വർഷം ഏതാണ്? 1973. ലോക പരിസ്ഥിതി ദിനം 1972 സ്റ്റോക്ക്ഹോം പരിസ്ഥിതി സമ്മേളനത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനപ്രകാരം ആരംഭിച്ചു. 1973 മുതൽ ജൂൺ 5 ആചരിച്ചു വരുന്നു. UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? നെയ്റോബി. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച രാജ്യം ഏതാണ്? സ്വീഡൻ. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകം ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന തീം ഉണ്ടായത് ഏത് വർഷമാണ്? 2023 തീമായിരുന്നു ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. എക്കോ ഫ്രണ്ട്ലി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പ്രകൃതിക്ക് അനുകൂലമായത് എന്നാണ് എക്കോ ഫ്രണ്ട്ലി. ഈ വേസ്റ്റ് എന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? വൈദ്യുതി ഉപകരണ മാലിന്യമാണ് ഈ വേസ്റ്റ്. ഇന്ത്യയിൽ പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2022.
ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏതാണ്? സിക്കിം. എക്കോ റീസ്റ്റോറേഷൻ എന്നത് സൂചിപ്പിക്കുന്നത് എന്താണ്? വനങ്ങൾ പുനഃസ്ഥാപിക്കൽ. വായുമാലിന്യം കുറയ്ക്കാനായി ഏറ്റവും മികച്ച മരമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ആര്യവേപ്പ്. എർത്ത് അവർ ആചരിക്കുന്നത് എപ്പോഴാണ്? മാർച്ച് മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച. പരിസ്ഥിതി സംരക്ഷണത്തിൽ റീയൂസ് എന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? വീണ്ടും ഉപയോഗിക്കുക. ഇൻ്റർനാഷണൽ എർത്ത് ഡേ ആചരിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 22. ശുദ്ധജലത്തിൻ്റെ പ്രധാന സ്രോതസ്സായി കണക്കാക്കുന്നത് ഏതാണ്? മഴവെള്ളമാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വാതകം ഏതാണ്? നൈട്രജൻ. ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത്? കാടുകൾ. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം കാണപ്പെടുന്നത് ഏത് സ്ഥലത്താണ്? ആമസോൺ മഴക്കാടുകളിൽ. ഓസോൺ പാളിയുടെ പ്രധാന പ്രവർത്തനം എന്താണ്? അൾട്രാവയലറ്റ് കിരണങ്ങൾ തടയുക എന്നത്. അന്താരാഷ്ട്ര ജലദിനം വേൾഡ് വാട്ടർ ഡേ ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? മാർച്ച് 22. ശുദ്ധജലം, മാലിന്യ വിമുക്തത, ജൈവകൃഷി എന്നിവ വഴി സമഗ്ര പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഹരിത കേരള മിഷൻ നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ ആദ്യം കമൻറ്റ് ചെയ്യുന്ന കൂട്ടുകാരെ നമ്മൾ പേര് വിളിക്കുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ലൈഫ് മിഷൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു എന്നതാണ്. ലിവ്ലിഹുഡ്, ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് എന്നതാണ് ലൈഫ് എന്ന വീടിൻ്റെ ഫുൾ ഫോം. ഇതിന് ആദ്യം ശരിയുത്തരം പറഞ്ഞത് ദിനനാഥാണ്. ദിനനാഥന് എല്ലാവിധ ആശംസകളും. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ.